മലയാളിക്കൊരു സൂപ്പർ ബമ്പർ, മലയാളിക്കൊരു സൂപ്പർ ബമ്പർ. Super Bumper, co-powered by Fairlake Hide and Seek Choco Chip Cookies. സെക്കൻഡ് കഴിഞ്ഞ സിന്ധു പിടിച്ച സിന്ധു ശ്രദ്ധിച്ച് ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മയക്കൊച്ചാണ്ട് പ്രാണം കത്തിണുമാ വഴല പൊട്ടേച്ച് പാപ്പുണ്ടാക്കണമ്മാ. സിന്ധുവിനോട് ഞാൻ ചോദിച്ചു പട്ടിണി കിടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് സിന്ധു പറഞ്ഞു. എങ്ങനെയാ, പനി വന്നപ്പോഴാണോ? അല്ല, പിന്നെ അതെന്റെ ഹസ്ബൻഡിന് നഷ്ടപ്പെട്ട ആളാണ്. കാഴ്ചയില്ലാത്ത ആളാ? ഉണ്ടായിരുന്നിട്ട് നഷ്ടപ്പെട്ടു പോയി. എങ്ങനെ? അത് ഡോക്ടർ ഇങ്ങനെ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഞരമ്പിന് ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാണ്ട്, അപ്പോൾ അങ്ങനെ കാഴ്ച അങ്ങനെ പോയെന്നാണ്. അപ്പോൾ ജോലിക്ക് പോകുന്ന ഒത്തിരി പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ട്. 50 ലക്ഷം 60 ലക്ഷം ഉണ്ട് ചേട്ടാ. 60 ലക്ഷത്തിന് മാത്രമേ ഉള്ളൂ. എത്ര രൂപയാ? 30 രൂപ. 30 രൂപ ചേട്ടൻ തന്നെ ഒരെണ്ണം എടുത്തു തന്നെ. മൊത്തം ഇന്ന് ബമ്പർ അടിച്ച് നമ്മൾ തകർക്കും. നമസ്കാരം. സി കേരളം സൂപ്പർ ബമ്പറിൽ ഞാൻ സൂരജ് പാലക്കാരൻ. ഇത് നമ്മള് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് അടുത്ത് ആര്യനാടാണ് കേട്ടോ നിൽക്കുന്നത്. ഏതായാലും ഭാഗ്യദേവത കടാക്ഷിക്കാൻ, നിങ്ങളെ കടാക്ഷിക്കുവാനായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് നെടുമങ്ങാടാണ്. നെടുമങ്ങാട് അടുത്ത് ആര്യനാടാണ്. ആര്യനാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സുന്ദരമായ ഒരു ഗ്രാമം തന്നെയാണ്. ഇത് ആര്യനാട് ജംഗ്ഷനാണ് കേട്ടോ. ഇവിടെ നല്ലൊരു വൃത്തിയുള്ള ഒരു ഗ്രാമമാണ്, പഞ്ചായത്താണ് ആര്യനാട്. ഇവിടെയൊക്കെ നല്ല വൃത്തിയായിട്ട് കണ്ടോ, നല്ല സെറ്റപ്പായിട്ട് പെയിൻ്റൊക്കെ ചെയ്ത്. ചേട്ടാ ഞാൻ അടിച്ചോട്ടെ, പെയിൻ്റ് അടിച്ചോട്ടെ? ഞാനൊരു മലയാളി, എന്നും മണ്ണിൻ കൂട്ടാളി, എന്നും അതിരുകളില്ല. ആലിൻ്റെ ചുവട്ടിൽ വൈകിട്ട് വെടിവെട്ടം പറഞ്ഞ് തമാശകളും പറഞ്ഞ് തീരുന്ന ഒരു കാലത്തുണ്ടായിരുന്നു. പല നാടുകളിൽ നിന്നൊക്കെ അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. അല്ല, വയനാട് ഈ ഒരു ജംഗ്ഷനിൽ ഇങ്ങനെയുള്ള ഒരു നല്ല വൃത്തിയായിട്ടൊക്കെ തന്നെയാണ് ഇവർ സൂക്ഷിക്കുന്നത്. ഇവിടെ ഒരു സ്വർഗം തീർക്കും ഞാൻ. ആര്യനാട് ജംഗ്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ആര്യനാടിലെ ടാക്സി സ്റ്റാൻഡ്. അപ്പം നമുക്ക് എവിടെ ചെന്നാലും നമ്മുടെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് ടാക്സി ഓടിക്കുന്നവരും ഓട്ടോ ഓടിക്കുന്നവരും ഒക്കെ തന്നെയാണ്. അവരുടെ സൗഹൃദം എപ്പോഴും ആര്യനാടിൻ്റെ ഒരു 50 ഓട്ടോളം ഓടുന്നുണ്ട് ഇവിടെ കിടന്ന്. അപ്പോൾ നമുക്കിനി ഫുഡ് കഴിക്കാനുള്ള ഒരു ചെറിയ സെറ്റപ്പിലേക്ക് പോകാം. ഇവിടുത്തെ ഒരു 5 സ്റ്റാർ ഹോട്ടലിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. വാ. വിശപ്പിന്റെ വിളി ഇങ്ങനെ അന്തരാർത്ഥങ്ങളിൽ നിന്ന് വിസ്ഫോടനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും നമ്മളിപ്പോൾ പറഞ്ഞാൽ നമ്മളൊരു 5 സ്റ്റാർ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോവുകയാണ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞു. നിങ്ങൾക്കും വിശപ്പുണ്ട്, കാരണം നമുക്ക് ഉടനെ തന്നെ ഷൂട്ട് തുടങ്ങേണ്ട സമയമുണ്ട്. അതിന് മുമ്പേ നമ്മളൊന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്, ഫുഡ് കഴിക്കണം. അപ്പം നമ്മൾ പറഞ്ഞ 5 സ്റ്റാർ ഹോട്ടൽ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇതാണ് നമ്മുടെ ഈ നാട്ടിലെ 5 സ്റ്റാർ ഹോട്ടൽ. ഇവിടുത്തെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രത്യേകതയുണ്ട്. അല്ല, നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ചേച്ചി ദോശയുണ്ടോ? ദോശയുണ്ടോന്ന് ഉണ്ടോ? 2 ദോശ എടുത്ത്. ഇത് വത്സല ചേച്ചി, ഇത് രാധാമ്മ, ഇത് അല്ലിയേട്ടർ. ഇവിടുത്തെ ദോശ എന്ന് പറഞ്ഞാൽ വളരെ ഗംഭീരമായ ദോശയാണ്. കണ്ണനേ പോടാ കണ്ണ, ഇത് ഞങ്ങളുടെ കണ്ണൻ. നമ്മുടെ കണ്ണന് വയ്യ, എന്നാലും കുഴപ്പമില്ല. കണ്ണൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. കണ്ണൻ നമ്മുടെ പ്രിയ സുഹൃത്താണ്. കാരണം ഇനി അതൊന്നും അല്ല, ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ദോശ എല്ലാം ഒരു ഗ്യാസ് ഒന്നും ഉപയോഗിക്കുന്നില്ല.
ഹൃദയംഗമായ സ്വാഗതം. ആര്യനാട് പാലായിക്കുടത്താണ് നമ്മൾ നിൽക്കുന്നത്. അവിടുത്തെ ചങ്ങാതിമാരും ചങ്കുകളുമാണ് ഇവിടെ ഉള്ളത്. ഒരുപാട് സ്നേഹം വാരിക്കോരി തരുന്ന, ഒരുപാട് ഒത്തൊരുമയുള്ള, നല്ല ഭക്ഷണം കിട്ടുന്ന, ഒരുപാട് സ്നേഹിക്കുന്ന നാടാണ് നമ്മുടെ ഈ പാലായിക്കോണം. പാലായിക്കോണത്തെ വിശേഷങ്ങളും കാഴ്ചകളും നിങ്ങളെല്ലാം കണ്ടല്ലോ. ഇതൊക്കെയാണ് പാലായിക്കോണം. ഇവിടെ കള്ളത്തരങ്ങളില്ല, നന്മയുള്ള കുറേ മനസ്സുകൾ മാത്രമേ ഉള്ളൂ. ഏതായാലും സൂപ്പർ ബമ്പറിൻ്റെ ഈ ഷോ, സീ കേരളത്തിൻ്റെ സൂപ്പർ ബമ്പറിൻ്റെ ഈ ഷോ ഇവിടെ ചെയ്യാൻ പറ്റിയതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും സന്തോഷമല്ലേ? ഹാപ്പി അല്ലേ? ഓക്കെ, എന്തായാലും നമുക്ക് സീ സൂപ്പർ ബമ്പർ ഇവിടെ ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ സഹകരണം ആവശ്യമാണ്. നിങ്ങളുടെ ചിരി വേണം, നിങ്ങളുടെ നന്മ വേണം, നിങ്ങളുടെ മനസ്സ് വേണം. അതുമാത്രമാണ് ഞങ്ങളെ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നത്. എല്ലാവരും കണ്ടോ? എല്ലാവരും നല്ല ചിരിച്ച് കളിച്ച് സന്തോഷമായിട്ട് അടിച്ച് പൊളിച്ചൊക്കെ നിൽക്കുക. എന്നാണ്ട് എല്ലാവരും എന്തൊക്കെ ജോലി ചെയ്യുന്നവരാ കൂടുതൽ? എല്ലാരും എല്ലാ ജോലിക്കും തൊഴിലുറപ്പ് ജോലിയാ അല്ലേ? ഇപ്പൊ തൊഴിലുറപ്പൊക്കെ കഴിഞ്ഞ് ഇന്ന് പോവാതെ ഞങ്ങള് പോവാതെ വന്ന് അതാണ്. അതിന് നല്ല കയ്യടി കേട്ടോ. എല്ലാവരും ഇവിടെയുള്ളവരെല്ലാം സാധാരണക്കാരാണ്. റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളുണ്ട്, പിന്നെ സ്ത്രീകളാണെങ്കിൽ കൂടുതലും തൊഴിലുറപ്പ് ജോലി ചെയ്യുന്നവരാണ്. ഒരുപാട് കലാകാരന്മാരും കലാകാരികളും ഉള്ള സ്ഥലമാണ്. ഏതായാലും ഇതൊന്നും പോവാതെ വന്ന് നിൽക്കുക അല്ലേ? അമ്മയുടെ പേരെന്താ? വനജാഷി. ചേച്ചിയുടെ പേര് സുധർമ്മ. മോടെ പേര് ഷൈമ. ഇത് നമ്മുടെ ടീമുണ്ടല്ലോ ഇവിടെ. രാവിലെ നമ്മൾ ദോശ കഴിക്കാൻ വേണ്ടി പോയില്ലേ ആ കടയിൽ? ചേച്ചിയാ പേരെന്ന് പറഞ്ഞേ? രാധ ചേച്ചി. അപ്പൊ എല്ലാവരും ഉണ്ട്. എല്ലാവരും നല്ല അടിപൊളി ആളുകളാ കേട്ടോ. എന്താ പേര്? സരസ്വതി. അമ്പലത്തിൽ പോയോ? നുണക്കുറി അല്ലേ? കള്ളക്കുറി. പിന്നെ വേറെ എന്തുണ്ട് വിശേഷമൊക്കെ? സുഖമാണോ? ഇത്ര ഗൗരവം എന്തിനാ? ഞാൻ പേടിച്ചു പോയി. പേരെന്താ? സുഖം തന്നെ. കേട്ടില്ല. ഞങ്ങളെ തൊഴിലുറപ്പ് പണി കഴിഞ്ഞിട്ടാണ് ആ സ്നേഹമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു പാട്ട് പാടാം. പാടൂന്നേ. ഇത് മണിച്ചേട്ടന്റെ പാട്ടാണ് പാടുന്നത്. സീ കേരള സൂപ്പർ ബമ്പറില് ഇന്ന് കണ്ടോ, ഇന്ന് തകർക്കാൻ പോവാ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. അപ്പൊ നമുക്ക് തുടങ്ങുമല്ലേ? പേരെന്ന് പറഞ്ഞേ? വിമല. വിമല. ജോലി ഉണ്ടോ? തൊഴിലുറപ്പ് ജോലിയല്ലേ? പാവങ്ങളാണ്. തൊഴിലുറപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും പറയുന്നതിൽ ഒരിക്കലും മടിക്കണം. അഭിമാനത്തോടെ പറയണം. തൊഴിലുറപ്പ് പണിക്ക് പോണവരെല്ലാം നന്നായിട്ട് കൈയടിച്ചേ. അതാണ് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ബാക്കിയുള്ളവരൊന്നും കൈയടിച്ചേ. അതാണ് തൊഴിലുറപ്പ് എന്ന് പറയുന്നത്. സർക്കാരിന്റെ വലിയൊരു പദ്ധതിയാണ് തൊഴിലുറപ്പ് പദ്ധതി. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. മണിച്ചേട്ടന് നല്ലൊരു പാട്ട് പിടിച്ചോ, കൈ പിടിച്ചോ. റെഡി? ഉമ്മയിക്കൊച്ചാണ്ട് പ്രാണം കത്തിണുമ്മ വഴല പൊട്ടേച്ച് പാപ്പുണ്ടാക്കണമ്മ. വയറ് കത്തിയാലോ എൻ്റെ കുടല് കത്തിണുമ്മ. പ്രാണൻ വെടിഞ്ഞിട്ട് ദൈവമേ പണം പോയല്ലോ. ഉമ്മഞ്ചിക്കൊച്ചാണ്ട് പ്രാണം കത്തിണുമ്മ വഴല പൊട്ടേച്ച് പാപ്പുണ്ടാക്കണമ്മ. ഞാനൊരു പൂക്കളിട്ട് കാലത്തിൻ്റെ പൂക്കളിട്ട് അച്ഛൻ വന്നാലോ അന്നേരം കൊണ്ട് പൂക്കളിട്ട്. ഞാനൊരു പൂക്കളിട്ട് കാലത്തിൻ്റെ അമ്മയും പൂക്കളിട്ട് അച്ഛൻ വന്നാലോ അന്നേരം വായുണ്ട് പൂക്കളിട്ട്. അച്ഛൻ വന്നില്ലേ അമ്മേ അത്തഴം വെന്തില്ലേ. അത്തഴം കഴിച്ചോണ്ട് പണം കത്തിണുമാ. അച്ഛൻ വന്നാലേ അച്ഛൻ്റെ മോള് കിണുങ്ങുന്നുണ്ട്. എന്തിനടി മോളെ തല്ലി കരയുന്നുണ്ടെന്നാണ്. ഉമ്മഞ്ചി കൊച്ചാണ്ടേ പ്രാണം കത്തിണുമ്മ വഴല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണുമ്മ. ഒരുപാട് നല്ല വയ്യേശി സന്തോഷം. കാരണം നന്നായിട്ടുണ്ട് കേട്ടോ, ഒരുപാട് നന്നായിട്ടുണ്ട്. എങ്ങനെ നേരത്തെ പാടിയിട്ടുണ്ടോ? പാട്ടൊക്കെ ചെറുതായിട്ട് അറിയാം. ഞാൻ ഇത് എഴുതി വെച്ച് എനിക്ക് എഴുതിക്കൊണ്ട് വന്നു. ഒരുപാട് സന്തോഷം ചേച്ചി. പിന്നെ ഇവിടെ ചോദിക്കുന്നത് ശരിയല്ല, പട്ടിണി കിടന്നിട്ടുണ്ടോ? പറ. ഇല്ല. ഇവിടെ പട്ടിണി കിടന്നിട്ടുള്ള ആരൊക്കെയുണ്ട്? ഓക്കെ, വാ വന്നേ. നമസ്കാരം. എന്താ പേര്? സിന്ധു. സിന്ധു. എന്ത് ചെയ്യുന്നു? വീട്ടമ്മയാണ്. വീട്ടമ്മ. വീട്ടിൽ ആരൊക്കെയുണ്ട്?
ഹസ്ബൻഡ് ഉണ്ട്, 2 മക്കളുണ്ട്. ആ എന്താ ഈ പാട്ട് കേട്ടപ്പോൾ എന്ത് തോന്നി? മണിച്ചേട്ടൻ്റെ ഭയങ്കര ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു ഗാനമാണ് ഉമ്പായി കുച്ചാണ്ടി എന്ന് തുടങ്ങുന്ന ഈ ഗാനം. അപ്പം സമയം ഇപ്പോൾ ഏകദേശം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ ഏകദേശം 1 മണി ആ സമയത്തൊക്കെയാണ്. എല്ലാവരും ചോറുണ്ടെന്ന വിശപ്പ് മാറ്റുന്ന സമയമാണ്. ചിലയിടത്ത് നല്ല മീൻ ഫ്രൈ ഉണ്ടാവും, നല്ല അയല പൊരിച്ചു വെച്ചിരിക്കുന്നു. ചിലടത്ത് ചിക്കൻ ഫ്രൈ ഉണ്ടാവും. ചിലർ ഏസിക്കകത്തിരുന്നായിരിക്കും കഴിക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടൊക്കെ ആയിരിക്കും കഴിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒന്നും ഭാഗ്യമില്ലാതെ വിശന്ന് ജീവിക്കുന്ന, ഇങ്ങനെ ഒരു പ്രോഗ്രാം പോലും കാണാൻ, TV കാണാൻ സാധ്യതയില്ലാതെ, ഉടുതുണിക്കും മറുതുണിയില്ലാതെ ജീവിക്കുന്ന അനേകായിരം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അങ്ങനെ ജീവിച്ച് വന്ന ഒരാൾ എഴുതിയ പാട്ടാണിത്, ഉമ്പായി കുച്ചാണ്ടി എന്ന് തുടങ്ങുന്നത്. സിന്ധു പറ, എന്തൊക്കെയുണ്ട്? സിന്ധുവിനോട് ഞാൻ ചോദിച്ചു പട്ടിണി കിടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് സിന്ധു പറഞ്ഞു. എങ്ങനെയാ, പനി വന്നപ്പോഴാണോ? അല്ല, പിന്നെ ജീവിതത്തിൽ പട്ടിണി കിടക്കേണ്ട സാഹചര്യം ആയിരുന്നു. അങ്ങനെ പട്ടിണി പറയുന്നത് ബുദ്ധിമുട്ടുണ്ടോ? എന്നാ പറ, ഉറക്കെ പറ. അതെന്റെ ഹസ്ബൻഡിന് നഷ്ടപ്പെട്ട ആളാണ്. കാഴ്ചയില്ലാത്ത ആളാ? ഉണ്ടായിരുന്നിട്ട് നഷ്ടപ്പെട്ടു. എങ്ങനെ? അത് ഡോക്ടർ ഇങ്ങനെ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഞരമ്പിന് ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാണ്ട്, അപ്പോൾ അങ്ങനെ കാഴ്ച അങ്ങനെ പോകുന്നതാണ്. അവിടെ വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. സാരമില്ല, പറ. അപ്പോൾ ഹസ്ബൻഡ് ജോലിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല. മോളായിരുന്നു. എൻ്റെ മോളാണ് ഫസ്റ്റ് ഇവിടെ ഈ സ്റ്റേജ് ആദ്യമായിട്ട് ഇവിടെ വന്നത്. അപ്പോൾ ജോലിക്ക് പോകുന്നത് ഒത്തിരി പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഇപ്പൊ എന്താ ജോലി? എന്താ ഇപ്പോഴും ഹസ്ബൻഡ് വീട്ടിൽ തന്നെയാണ്. സിന്ധു ജോലിക്ക് പോകണ്ടോ? എനിക്ക് ഇപ്പോഴും ജോലിക്ക് പോകാൻ കുട്ടികളുടെ സ്കൂളിൽ ക്രമീകരിച്ച് വിടാനൊന്നും ആളില്ല. അപ്പോൾ വലിയ എങ്കിലും ഇപ്പോൾ സർക്കാരിന്റെയും മറ്റുള്ള സഹായം കൊണ്ട് ഒത്തിരി ജീവിച്ചു. സ്വന്തം വീടാണോ? സ്വന്തമായിട്ട് വീടില്ല. പിന്നെ എങ്ങനെയാ? ഇപ്പോ വാടക വീട്ടിലാണ്. അത് എന്റെ കുടുംബ വീട്ടിലാണ് ഞാൻ താമസിച്ചിരുന്നത്. 2 ആഴ്ച കൊണ്ട് വാടക വീട്ടിലേക്ക് താമസിക്കുന്നത്. ഹസ്ബൻഡ് തീരെ കണ്ടു കാണത്തില്ല? ഇല്ല, 100%. ഓക്കെ. എന്തായാലും ഞാൻ എൻ്റെ പ്രൊഡ്യൂസറുടെ പെർമിഷൻ എടുത്തോട്ടെ. ഞാൻ ഇവരെയും കൂടെ ഗെയിമിൽ, ഈ ഷോയിലേക്ക് ഞാൻ ഇവരെയും കൂടെ പങ്കെടുപ്പിച്ചോട്ടെ, കുഴപ്പമുണ്ടോ? ഓക്കെ. എന്തായാലും എൻ്റെ പ്രിയങ്കരനായ ഡയറക്ടറുടെ പെർമിഷനോടുകൂടി ഇവരെയും കൂടെ ഗെയിമിൽ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും സിന്ധു, ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ ഗെയിമിൽ പങ്കെടുക്കാം കേട്ടോ. തീർച്ചയായിട്ടും. ഒരുപാട് സന്തോഷം സിന്ധു. നിങ്ങളെ സങ്കടപ്പെടുത്തിയതല്ല കേട്ടോ. ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ അറിയണം, അതിലേക്ക് കൂടെ നമ്മൾ ഇഴുകിച്ചേരണം. അല്ലെ പിന്നെ നമ്മളൊക്കെ മനുഷ്യനെന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം? വെറുതെ 2 പാട്ടൊക്കെ പാടി 2 സമ്മാനമൊക്കെ കൊടുത്തിട്ട് പോകുന്നതിൽ അർത്ഥമൊന്നുമില്ല. അപ്പം സിന്ധുവിൻ്റെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കാം. സിന്ധു ഒന്ന് ചിരിച്ചില്ലേ? അവിടെ നിന്ന് ചിരിച്ച സിന്ധു? ഹാപ്പി? ഓക്കെ സിന്ധു, സന്തോഷം. സിന്ധു ഗെയിമിൽ ഇന്നുണ്ട്. ഓക്കെ, അടിപൊളി. സിന്ധുവിൻ്റെ ഹസ്ബൻഡിൻ്റെ പേര്? സതീഷ്. ഓക്കെ. ഏതായാലും നമുക്ക് പ്രിയമുള്ളവരെ, നമുക്ക് സൂപ്പർ ബമ്പർ ആരംഭിക്കേണ്ട സമയമായിരിക്കുകയാണ്. സൂപ്പർ ബമ്പറിലേക്ക് പോകുന്നതിന് മുമ്പേ ചെറിയ ബ്രേക്ക് എടുക്കാം അല്ലേ? നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വരാം. എല്ലാവരും ഇങ്ങനെ ശരിക്കും അടുത്ത് നിൽക്കുകയെന്നേ. അപ്പം നമുക്കൊരു ബ്രേക്ക് എടുക്കാം. എ ഷോർട്ട് ബ്രേക്ക്. സൂപ്പർ ബമ്പർ co-powered by Parley Hide and Seek Chocolate Chip Cookies. ഈ മേളം ഒന്ന് കൊഴുപ്പിക്കുവാനായിട്ട് ആരാണ് ഇവിടെ ഒരു പാട്ട് പാടാനുള്ളത്? ആരാണുള്ളത്? അയ്യോ, റെഡി ആയിട്ട് ഇവിടെ നിൽപ്പുണ്ട്. വാ, ഓടി വാ. നല്ലൊരു കയ്യടി. എന്താ പേര്? ശ്രീലക്ഷ്മി. എന്ത് ചെയ്യുന്നു? +1 പഠിക്കുന്നു. ഏതാണ്? ഹ്യൂമാനിറ്റീസ് ആണ്. അപ്പം എന്തായാലും നമുക്ക് ഈ ഒരു സെന്റിമെന്റ്സ് ഒക്കെ ഒന്ന് മാറ്റിവെച്ച് സന്തോഷം ആളുകളിലേക്ക് പകരാനായിട്ട് ശ്രീലക്ഷ്മിയുടെ ഒരു നല്ലൊരു ഗാനം കേൾക്കാം. ഏതായാലും ശ്രീലക്ഷ്മിയുടെ ഒരു ഗാനം. ശ്രീലക്ഷ്മിക്ക് നല്ലൊരു കയ്യടി കൊടുക്കും എല്ലാവരും കൂടെ. ഓക്കെ, നമ്മുടെ നാട്ടിലെ കുട്ടിയാണ്. അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ ശ്രീലക്ഷ്മി? ഓക്കെ.
അടിപൊളി, സൂപ്പർ. എല്ലാവിധ ആശംസകൾക്കും മോൾക്ക്. നന്നായിട്ട് പാടി. പേരെന്നോട് പറഞ്ഞോളൂ. ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി, വീട് എവിടെയാണ്? അടുത്തന്നെ. അടുത്ത് തന്നെയാണ്. അച്ഛൻ? അച്ഛൻ ശ്രീകുമാർ. ശ്രീകുമാർ. വന്നിട്ടുണ്ടോ? ഇല്ല, അമ്മ വന്നിട്ടുണ്ട്. അമ്മ വന്നിട്ടുണ്ട്. അമ്മേ, ഓടി വന്നേ. അമ്മേ നമസ്കാരം. എന്തുണ്ട്? എത്ര കുട്ടികളാ? ഒരു മോനും മോളും. അമ്മയും പാടും അല്ലേ? അമ്മ പാടുന്നേ. അമ്മയുടെ മുഖം കണ്ടറിയാം. അമ്മ ഒരു പാട്ട് പാടണം. അമ്മ പാടണം. രണ്ടുപേരും പാട്. ഏതാ അമ്മക്ക് ഇഷ്ടം? അമ്മ പാടും. സ്ഥിരമായിട്ട് പാടുന്ന പാട്ട് ഏതാ? അമ്മ പാടൂല, വെറുതെ എന്തിനാണ് ഞാൻ ഈ ഷോയിൽ വൃത്തിയാക്കുന്നത്, അതുകൊണ്ട് പാടുന്നില്ല. ഇല്ലെന്നേ, വേണ്ട. ഓക്കെ. അച്ഛൻ വന്നിട്ടില്ലേ? ഇല്ല. ആ മോൻ എന്ത് ചെയ്യുന്നു? മോൻ വിതുര ഐസറിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ. സുഖമായിട്ടിരിക്കുന്നല്ലേ? സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പം മോള് ഇന്ന് ക്ലാസ്സിൽ പോയില്ല? അവധിയാണല്ലേ? ഞങ്ങളുടെ എല്ലാം റിലേ തെറ്റിപ്പോയി. ഓരോ ദിവസവും ഓരോ യാത്രകൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഉറക്കമൊന്നും ഇല്ല, എന്ത് ചെയ്യാൻ. ഓക്കെ, ഏതായാലും ഒരുപാട് സന്തോഷം. നമുക്ക് നല്ലൊരു കയ്യടി. ഏതായാലും ഈ അമ്മയ്ക്കും മോക്കും ഒരുപാട് സന്തോഷം. നന്മയുള്ള മോളായിരിക്കട്ടെ അല്ലേ? ആണ്. അങ്ങനെ തന്നെ വേണം. എല്ലാ അമ്മമാരും കുട്ടികളും എല്ലാം അങ്ങനെ തന്നെ ആവണം. സ്നേഹിക്കുക, മക്കൾ തിരിച്ചും അങ്ങനെ തന്നെ കാണിക്കുക. ഏതായാലും സന്തോഷം. ഏതായാലും നമ്മളിവിടെ വന്നു, ഒരുപാട് ആളുകളെ കാണുന്നു. നാളെ വേറെ സ്ഥലത്ത് പോകുന്നു, ഒരുപാട് ആളുകളെ കാണുന്നു. ഉദ്ദേശം ഇത്രമാത്രം: സ്നേഹം, സന്തോഷം, ഭാഗ്യം. ഭാഗ്യം എന്ന് പറയുന്നത് ഈ ഭാഗ്യമാണ്. പെട്ടിയിലിരിക്കുന്ന പണമാണ് ഭാഗ്യം. ഇന്ന് സൂപ്പർ ബമ്പർ കളിക്കുവാനായിട്ട് ആരൊക്കെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആരാണ് ആ 5 പേർ? സി കേരളം സൂപ്പർ ബമ്പറിലേക്ക് സ്വാഗതം. 5 പേരാണ് ഇവിടെ കണ്ടസ്റ്റന്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എണ്ണി നോക്കും. 1 2 3 4 5 6 പേരുണ്ട്. പറഞ്ഞത് മണ്ടത്തരമായെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ പ്രിയങ്കരിയായ സിന്ധുവിനെയും കൂടെ നമ്മളിവിടെ ആഡ് ചെയ്തു. സിന്ധുവിനെ ഇവിടെ കൂട്ടിയതിൽ ആർക്കെങ്കിലും വിഷമോ പരാതിയോ പരിഭവോ എന്തെങ്കിലും ഉണ്ടോ? എങ്കിൽ സിന്ധുവിന് വേണ്ടി ഒരു കയ്യടി അല്ലേ? ഏതായാലും നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നോടിയായി 2 പെട്ടികളാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. 2 പെട്ടികളിൽ ഒന്ന് പണപ്പെട്ടി. പണപ്പെട്ടി നിങ്ങൾക്കുള്ളതാണ്. പക്ഷേ പണപ്പെട്ടിക്ക്
അർഹനാവണമെങ്കിൽ അപ്പുറം ഒരു പെട്ടിയിരിക്കുന്നു, അത് പണിപ്പെട്ടിയാണ്. ആ പണിപ്പെട്ടിയിൽ നിങ്ങൾക്ക് എട്ടിനുള്ള പണിയാണ് വെച്ചിരിക്കുന്നത്. ആ പണിപ്പെട്ടിയിൽ നിന്നുള്ള പണി എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ. ആദ്യത്തെ കണ്ടസ്റ്റന്റ് ആരാണെന്ന് അറിയുവാനായിട്ട് ഞാനൊരു ചോദ്യം ചോദിക്കും. ആൻസർ ചെയ്യുന്നവർക്ക് ആദ്യം പുറത്തുനിന്നുള്ളവർ ആരും ഉത്തരം പറയരുത്, മോശമാണത്. അതുകൊണ്ട് ഈ 6 പേരിൽ ആർക്കെങ്കിലും ഉത്തരം പറയാം. ചോദ്യം ഇതാണ്: താഴെ കിടക്കുന്ന കല്ലിന് എന്ത് പറയും? താഴെ കിടക്കുന്ന കല്ലിന് എന്ത് പറയാം? 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 അവിടെ നിന്നൊക്കെ കൈവക്കുന്നുണ്ട്. ഇവര് പറഞ്ഞ താഴെ കിടക്കുന്ന കല്ലിന് എന്ത് പറയാം? എന്താണ്? ലോക്കൽ. എന്താണ്? ലോക്കൽ. ലോക്കൽ. തീർച്ചയായിട്ടും ശരിയാണ്. താഴെ കിടക്കുന്ന കല്ലിന് എന്ത് പറയാം? ലോക്കൽ. ഈ ആദ്യത്തെ ഗെയിമിലേക്ക് എൻട്രി ചെയ്തിരിക്കുന്ന പ്രിയങ്കരിയായ സിന്ധു. അതിനു മുമ്പേ പ്രിയ സുഹൃത്തുക്കൾ, ഇനി 5 പേരൂടെ ഉണ്ട് ഇവിടെ. 5 പേരെ ഒന്ന് പരിചയപ്പെടണം. പേര്? സുനന്ദു. അടുത്തയാള് ആൻഡോശ്യാം. സുധീഷിന്റെ കയ്യടി. ആൻഡോശ്യാമിന് കയ്യടി. എന്തോ? കാവ്യ നന്നായിട്ട് സംസാരിക്കില്ലേ? കാവ്യ എന്ത് ചെയ്യുന്നു? കാവ്യ ഹൗസ് വൈഫ് ആണ്. ഹസ്ബൻഡിന്റെ പേര്? ഷിജു ഉണ്ടോ അവിടെ? ഷിജു ഇല്ല. ഓക്കെ. ബിന്ദു. അതാണ് ബിന്ദു. ബിന്ദു എവിടെ വീട്? പള്ളിവേട്ട വന്നിട്ടാ പിന്നെ എവിടെ പോണോ? വീട്ടിന്റെ അടുത്തായിട്ടാണ് ശ്യാമില സജീർ ആരാണ്? എന്റെ വീട്ടിന്റെ അയൽപക്കം. ഓഹോ, ചോദിക്കണ്ടായിരുന്നല്ലേ? പെട്ടു. സാരമില്ല. എന്റെ മുഖത്ത് വേറെ കളർ വ്യത്യാസമല്ല, മഞ്ഞ കളർ വല്ലതും ഉണ്ടോ? ഓക്കെ. എന്താ പേര്? സിന്ധു. ഇത് സിന്ധു. ഓക്കെ. അപ്പം ശ്യാമള സജീർ സുഖമായിട്ടിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. തിരക്കിന്ന് പറയണം കേട്ടോ, അന്വേഷണം അറിയിക്കണം. ഓക്കെ, സന്തോഷം. ഏതായാലും മുഖം കണ്ടാൽ അറിയാം. പാട്ട് പാടുമെന്നല്ലേ? ഒന്ന് പാടാം. വാ, ഒന്ന് പാടേ. നമുക്ക് തുടങ്ങാം. ബിന്ദുവിന്റെ പാട്ട് പ്രോത്സാഹിപ്പിക്കുക. കയ്യടി. അമ്പലപ്പുഴേ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നു നീ. കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ. തൃപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ. രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാ ഗോപകന്യയായോടി വന്നതാണു ഞാൻ. ആ ആ ആ നമ്മൾ ഈ പ്രൊഫഷണൽ പാട്ടുകാരൊക്കെ ഇല്ലേ, നമ്മൾ സാധാരണ ഷോകളിൽ കണ്ടിട്ടുള്ള, സ്റ്റേജിൽ കണ്ടിട്ടുള്ളതൊക്കെ. പക്ഷേ ഇങ്ങനെയുള്ള നാട്ടിൻപുറത്തെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഒരു സുഖമൊക്കെ ഉണ്ട്. അതിനൊരു എന്താ പറയുക, ഒരു ജീവനുണ്ട് ആ പാട്ടിന്, അല്ലേ? ഒരുപാട് സന്തോഷമുണ്ട്. ഏതായാലും പ്രിയരെ, ഇന്നത്തെ ഗെയിമിൽ സൂപ്പർ ബമ്പറിൽ ആദ്യത്തെ ലെവലിൽ കളിക്കാൻ പോകുന്നത് സിന്ധുവാണ്. ഒരു സ്പെഷ്യൽ റിക്വസ്റ്റൻ പ്രകാരമായിരുന്നു സിന്ധുവിനെ നമ്മളിവിടെ എൻട്രി ചെയ്യിച്ചത്. സിന്ധു ഭാഗ്യവശാൽ സിന്ധുവിന്റെ കൂടെയാണ് ഭാഗ്യം എന്ന് എനിക്ക് തോന്നുന്നു. സി കേരളം സൂപ്പർ ബമ്പറിൽ ആദ്യത്തെ ലെവലിൽ ആദ്യത്തെ ഗെയിം കളിക്കുവാൻ എത്തിയിട്ടുള്ളത് സിന്ധു. സ്വാഗതം ചെയ്യാം സിന്ധു. സൂപ്പർ ബമ്പറിന്റെ നിയമാവലിയാണ് ഇവിടെ ഞാൻ പറയാൻ പോകുന്നത്. സൂപ്പർ ബമ്പറിൽ 6 റൗണ്ടുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ആദ്യത്തെ റൗണ്ടിൽ 120 സെക്കൻഡാണ് സമയം. 1000 രൂപയാണ് വിജയിക്ക് സമ്മാനമായി കിട്ടുന്നത്. രണ്ടാമത്തെ റൗണ്ടിൽ 100 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 2000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. മൂന്നാമത്തെ റൗണ്ടിൽ 80 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 3000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. നാലാമത്തെ റൗണ്ടിൽ 60 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 5000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അഞ്ചാമത്തെ റൗണ്ട് 40 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 10000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആറാമത്തെ റൗണ്ട് 20 സെക്കൻഡാണ് സമയം. സൂപ്പർ ബമ്പർ റൗണ്ട്. വിജയിയെ കാത്തിരിക്കുന്നത് സൂപ്പർ ബമ്പർ പ്രൈസായ 25000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 10000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ.
ഗെയിമിന് സിന്ധു റെഡിയാണോ? ഓക്കെ, ആദ്യത്തെ ഗെയിമിലേക്ക് പോവുകയാണ്. അതിനു മുമ്പ് നമുക്ക് പണിപ്പെട്ടിയിൽ എന്ത് പണിയാണ് സിന്ധുവിനെ കാത്തിരിച്ചിരിക്കുന്നത് നോക്കാം. തുടങ്ങൂ, തുറക്കൂ. പണി 8-ന്റെയാണോ 10-ന്റെയാണോ നോക്കാം. എടുത്തോളൂ സിന്ധു. ആദ്യത്തെ ഗെയിം ഏതാണെന്ന് നമുക്ക് നോക്കാം. ക്ലിപ്പ് കളക്ഷൻ. 1000 രൂപയ്ക്ക് വേണ്ടിയുള്ള ഗെയിമാണ് സിന്ധു ഇവിടെ കളിക്കാൻ പോകുന്നത്. കാരണം സിന്ധു എത്രമാത്രം മുകളിലെ ലെവലിലേക്ക് പോവുകയോ അത്രയും നമ്മൾക്ക് സന്തോഷമാണ്, ഇവിടുത്തെ ജനങ്ങൾക്ക് സന്തോഷമാണ്. ആൾക്കാരുടെ അനുഗ്രഹം ഉണ്ടാവണം, പ്രാർത്ഥന ഉണ്ടാവണം, കയ്യടി വേണം സിന്ധുവിന്. ആദ്യത്തെ ഗെയിം ക്ലിപ്പ് കളക്ഷനാണ്. 120 സെക്കൻഡിനുള്ളിൽ 15 ക്ലിപ്പ് ആണ് കളക്ട് ചെയ്യേണ്ടത്. അത് എവിടെ നിന്ന് കളക്ട് ചെയ്യണം? ഇവിടെ നിൽക്കുന്നവരിൽ നിന്ന് കളക്ട് ചെയ്യണം. നിങ്ങൾ ആരും ഇപ്പോൾ ക്ലിപ്പ് വരരുത്, ക്ലിപ്പ് പുറകിലോട്ടുണ്ടോ എന്ന് നോക്കരുത്. 120 സെക്കൻഡിനുള്ളിൽ 15 ക്ലിപ്പാണ് കളക്ട് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഓരോ ക്ലിപ്പായിട്ട് കൊണ്ടുപോയി ബൗളിനകത്ത് ഇടുക. ഒരു ക്ലിപ്പ് മേടിക്കുക, അത് കൊണ്ടുപോയിടുക. അടുത്ത ക്ലിപ്പായിട്ട് മേടിക്കുക, അതുകൊണ്ട് കൊടുക്കുക. 2 എണ്ണമായിട്ട് വാങ്ങരുത്. 120 സെക്കൻഡിനുള്ളിൽ 15 ക്ലിപ്പ്. ഓക്കെ, ക്ലിപ്പ് കളക്ഷൻ തുടങ്ങാൻ പോവുകയാണ്. 120 സെക്കൻഡാണ് സമയം. 120 സെക്കൻഡിനുള്ളിൽ 15 ക്ലിപ്പാണ് നമ്മൾ ഇടേണ്ടത്. ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. കൗണ്ട് ഡൗൺ. 1, 2, കയ്യടി വേണം. 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 30 സെക്കൻഡ് കഴിഞ്ഞിട്ടുള്ളൂ. 13, 14, 15, 16, 17, 18. ഏതായാലും ജയിച്ചിരിക്കുകയാണ്. മതി. സ്നേഹം മനസ്സിലാക്കുവാൻ, ഈ നാട്ടുകാരുടെ സ്നേഹം, സുഹൃത്തിനോടുള്ള സ്നേഹം, സിന്ധുവിനോടുള്ള സ്നേഹം മനസ്സിലാക്കുവാൻ ഈ ഒരൊറ്റ കാര്യം മതി. 15 ക്ലിപ്പല്ലേ പറഞ്ഞിരുന്നല്ലേ? 15 ക്ലിപ്പാ പറഞ്ഞു. ക്ലിപ്പ് എത്ര ഉണ്ടെന്ന് അറിയാവോ? 10 രൂപ ക്ലിപ്പ് എടുത്തായി. സമയം ഇനിയും കിടക്കുക നീണ്ടു നൂർന്ന്. സിന്ധുവിനോടുള്ള സ്നേഹം നിങ്ങൾ കാത്തു സൂക്ഷിക്കുക. സിന്ധു ജയിക്കട്ടെ, ഗെയിമിൽ ജയിക്കട്ടെ. ആദ്യത്തെ ഗെയിമിൽ, ആദ്യത്തെ ലെവലിൽ 1000 രൂപയുടെ സമ്മാനവുമായി സിന്ധു ഇതാ അടുത്ത ഗെയിമിലേക്ക് പോവുകയാണ്. ഒരു നിറഞ്ഞ കയ്യടി. ആദ്യത്തെ ലെവലിൽ, ആദ്യത്തെ ഗെയിമിൽ 1000 രൂപ അടിച്ചു മാറ്റിയിരിക്കുകയാണ്. സന്തോഷമില്ലല്ലേ? എപ്പോഴും സിന്ധുവിന്റെ മുഖം എങ്ങനെ ഒരു മ്ലാനതയാണ്. സന്തോഷമായിട്ടിരിക്കണം. കാരണം നമ്മൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ട്. ദൈവം എന്ന് പറയുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ എല്ലാ മനുഷ്യനും ഒരേപോലെയാണ് ദുഃഖവും സന്തോഷവും എല്ലാം കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതെല്ലാം പല ലെവലിലാണെന്നുള്ളൂ, പല രീതിയിലായിരിക്കും. ചിലർക്ക് അസുഖങ്ങൾ കൊണ്ടായിരിക്കാം, ചിലർക്ക് പല കാര്യങ്ങൾ, ചിലപ്പോൾ കുടുംബ പ്രശ്നമായിരിക്കാം. നമ്മൾ മനസ്സ് ചിലപ്പോൾ ഓർക്കും, എനിക്ക് മാത്രം തന്നെ ഇങ്ങനെ, എൻ്റെ എന്തൊരു ജീവിതം, ഇന്നൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ചിന്തിക്കും. പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു സങ്കടമുണ്ടെങ്കിൽ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ദുഃഖങ്ങൾ ഒരുപോലെയാണ്. പുള്ളി തിരിച്ചു വ്യത്യാസം ഒന്നും കാണിക്കുകയല്ലെന്നേ. പുള്ളി അത്ര മണ്ടനൊന്നുമല്ല. അപ്പം അത് പല രീതിയിലാണ്. അപ്പം നമ്മൾ ഡെസ്പാവരുത്. ഇടിച്ചു നിന്നാൽ പിടിച്ചു കയറാം. അപ്പം നമുക്ക് ഒന്ന് പിടിച്ചു കയറാം. നമ്മൾ തമ്മിൽ വലിയൊരു കടമുണ്ട്, ആ കടം ഒന്ന് തീർക്കാൻ പോവുകയാണ്. ഇടിച്ചു നിന്നാൽ പിടിച്ചു കയറാം. ഏതായാലും സിന്ധുവിന്റെ ആദ്യത്തെ കടം ഞാൻ തീർക്കുകയാണ്. ആദ്യമായി ആദ്യത്തെ ലെവലിൽ 1000 രൂപ. സിന്ധുവിന് 1000 രൂപയാണ് ആദ്യത്തെ ലെവലിൽ മത്സരത്തിൽ ജയിച്ചതിന് സി സൂപ്പർ ബമ്പർ സമ്മാനമായി നൽകുന്നത്. സി കേരളം സൂപ്പർ ബമ്പറിന്റെ ആദ്യ സമ്മാനം 1000 രൂപ. 1000 രൂപ കിട്ടിയ സിന്ധു സന്തോഷമല്ലേ? സന്തോഷം വന്ന് പറഞ്ഞേ. സന്തോഷമാണ്. അങ്ങനെ പറയണമെന്നേ. നമ്മൾ എന്ത് ഞാൻ പറഞ്ഞില്ല, ഹാപ്പി ആയിട്ട് ഇവിടുന്ന് പോകുമ്പോൾ നല്ല ഹാപ്പി ആയിട്ടേ പോകാതുള്ളൂ. 1000 രൂപയെങ്കിൽ 1000 രൂപ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെട്ട് സന്തോഷമായിട്ട് പോവുക. ഇനിയും ഭാഗ്യങ്ങൾ കാത്തിരിപ്പ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഏതായാലും 1000 രൂപയാണ് സിന്ധുവിന് ആദ്യത്തെ ഗെയിമിൽ കിട്ടിയിരിക്കുന്നത്. അടുത്ത ഗെയിം കളിക്കുവാൻ സിന്ധു റെഡിയാണോ? റെഡിയാണോ? അടുത്ത ഗെയിം സിന്ധുവിനെ കാത്തിരിക്കുകയാണ്. സിന്ധുവിനുള്ള 8ന്റെ പണി 2000 രൂപയ്ക്കുള്ള ഗെയിമാണ് അടുത്തതായി നടക്കുവാൻ പോകുന്നത്. അടുത്ത ഗെയിമിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്കും സിന്ധുവിനും നിങ്ങൾക്കും ഷോർട്ട് ബ്രേക്ക്. Super Bumper, co-powered by Parley Hide and Seek Chocolate Chip Cookies. Welcome back to C Kerala Super Bumper.
സിന്ധുവാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? സിന്ധുവിന് ആദ്യത്തെ ഗെയിം ഭയങ്കര എളുപ്പമായിരുന്നു. എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളുടെ സുഹൃത്തുക്കളുടെ ഒരു സഹകരണം ഭയങ്കരമായിരുന്നു കേട്ടോ. എല്ലായിടത്തും അങ്ങനെ ഉണ്ടായിരുന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും പലപ്പോഴും പലയിടത്തും ചെല്ലുമ്പോഴും ഈ എല്ലാവർക്കും വെട്ടിപ്പിടിക്കാനുള്ള ശ്രമമാണ്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ നിൽക്കുന്നവരെ മറന്നു പോകുന്നു. നമുക്ക് കൂടെ നിൽക്കുന്നവരൊക്കെ സ്നേഹിക്കണം, എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം. ഒരാൾ മാത്രം സങ്കടപ്പെടുന്നത് എങ്ങനെയാണ്? നമ്മളെ സ്നേഹിക്കുന്നവരും മറ്റുള്ളവരും എല്ലാവരും സുഖം ഉണ്ടാവണം, നന്മയുണ്ടാവണം, സ്നേഹം ഉണ്ടാവണം. നമുക്കൊക്കെ ഒരു ജീവിതമുള്ളൂ, അടുത്ത ജീവിതം ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ, നമ്മളാരും കണ്ടിട്ടില്ല. ഉള്ള ജീവിതം സന്തോഷമായിട്ട് തന്നെ ഇരിക്കട്ടെ അല്ലേ സിന്ധു? അതാണ് സിന്ധു. ഇപ്പൊ ഇത്തിരി എനർജി ആയില്ലേ സിന്ധുവിന് അല്ലേ? അപ്പം ഈ എനർജി ലെവൽ നമുക്ക് കളയണ്ട. ഈ ഗെയിം നമുക്ക് ഗംഭീരമാക്കണം. പണിപ്പെട്ടിയിൽ എന്ത് പണിയാണ് സിന്ധുവിനെ കാത്തിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നോക്കാം സിന്ധു, നോക്കാം. അതാണ് വാ. സിന്ധുവിനെ കാത്തിരിക്കുന്ന അടുത്ത ഗെയിം ഏതാണെന്ന് നമുക്ക് നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള ഗെയിമാണ് കുട നിവർത്തൽ. എന്താണ് കുട നിവർത്തൽ എന്ന് നമുക്ക് നോക്കാം. കുട നിവർത്തൽ മത്സരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. സിന്ധു, ഗെയിം എന്താണെന്ന് പറഞ്ഞു തരാം. ആദ്യമായി ഒരു കുട നിവർത്തുക. കുട നിവർത്തിയിട്ട് അടുത്ത 2 കുട ഇതിൽ ക്ലിപ്പ് ചെയ്യണം. അപ്പം മൊത്തം ഇതിൽ ഇട്ടിട്ട് 10 കുട ഇടുക. 2 കൈ കൊണ്ട് മാത്രമേ ചെയ്യാവുള്ളൂ. നമുക്കിതിനുള്ള സമയം 100 സെക്കൻഡാണ്. ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. കുട നിവർത്തൽ 100 സെക്കൻഡിനുള്ളിൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. കൗണ്ട് ഡൗൺ തുടങ്ങാൻ പോവുകയാണ്. ഗെയിം സ്റ്റാർട്ട്. 2000 രൂപയ്ക്ക് വേണ്ടിയുള്ള ഗെയിമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയ നാട്ടുകാരുടെ, പ്രിയ സുഹൃത്തുക്കളുടെ പ്രോത്സാഹനം കൊണ്ടാണ് സിന്ധു അടുത്ത ഗെയിമിലേക്ക് പോകാൻ പോകുന്നത്. 100 സെക്കൻഡിനുള്ളിൽ 10 കൊടയാണ് ക്ലിപ്പ് ചെയ്തത്. സിന്ധു ശ്രദ്ധിച്ച്. 100 സെക്കൻഡിനുള്ളിൽ 10 കൊട. തിരക്ക് വേണ്ട. 10 കൊടയാണ്. നിങ്ങളുടെ കയ്യടിയാണ് സിന്ധുവിന്റെ ബലം. 2000 രൂപയ്ക്ക് വേണ്ടിയുള്ള ഗെയിമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 40 സെക്കൻഡ് കഴിഞ്ഞു. സമയം ഒരുപാടുണ്ട്. ശ്രദ്ധിച്ച് സിന്ധു ശ്രദ്ധിച്ച്. 50 സെക്കൻഡ് കഴിഞ്ഞു. സിന്ധു ആഞ്ഞു പിടിച്ച സിന്ധു ശ്രദ്ധിച്ച്. 2000 രൂപയ്ക്കുള്ള ഗെയിമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സിന്ധു 65 സെക്കൻഡ് കഴിഞ്ഞു. പത്തായോ എണ്ണ, നിങ്ങൾ എണ്ണ. എത്ര എണ്ണമായി? 30 സെക്കൻഡ് ബാക്കിയുണ്ട്. എണ്ണ ഇട. എത്രയായി? 10 കോട. 20 സെക്കൻഡ് ബാക്കി നിൽക്കേ. ഇതേ 10 കോട എണ്ണ നമുക്ക്. 1 2 3 4 5 6 7 8 9 10 11 കോട. അയ്യോ, നല്ല കയ്യടി. 10 കൊടയാണ് പറഞ്ഞത്. 11 കൊടയാണ് സിന്ധു ഇട്ടിരിക്കുന്നത്. 2000 രൂപ. അയ്യോ, ഒരു പകുതി തരണേ കേട്ടോ. സിന്ധുവിന്റെ മോളെന്ത് ചെയ്യും? സിന്ധുവിന്റെ മോടെ പേരെന്താ? തബീദ. 2 പേർക്ക് ഓരോ കൊട സമ്മാനമുണ്ട്. തബീദ മോൾക്കും പിടിച്ചോ, നിവർത്തിക്കോ. പൊടിപൂരം. തിരുവനന്തപുരത്തിന്റെ മണ്ണിലാണ് നമ്മൾ നിൽക്കുന്നത്. ആര്യനാടാണ് നമ്മൾ നിൽക്കുന്നത്. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ശംഖുകളുടെ നാട്ടിലാണ് നമ്മളുള്ളത്. അതെ, സി കേരളം സൂപ്പർ ബമ്പർ ഇന്ന് 2000 രൂപയുടെ കളിയിൽ വിജയിച്ചിരിക്കുന്നത് പ്രിയങ്കരിയായ സിന്ധുവാണ്.
അടുത്ത ഗെയിമിലേക്ക് നമ്മൾ പോവുകയാണ്. അടുത്ത ഗെയിം കളിക്കാൻ സിന്ധു റെഡിയല്ലേ? റെഡിയാണ്. റെഡിയാണ്. അടുത്ത ഗെയിം എന്താണെന്ന് നമുക്ക് നോക്കാം. 3000 രൂപയ്ക്കുള്ള ഗെയിമാണ് ഇനി കളിക്കുവാൻ പോകുന്നത്. സിന്ധു പറഞ്ഞു 3000 രൂപയ്ക്കുള്ള ഗെയിം കളിക്കുവാൻ പോവുകയാണ്, റെഡിയാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഈ ഗെയിമിൽ തോറ്റുപോയാൽ 1000 രൂപയെ കിട്ടത്തുള്ളൂ. ഏതായാലും പരിശ്രമത്തിന് ഫലമുണ്ടാവണം. കാരണം ഞങ്ങളെക്കാൾ ഉപരി നിങ്ങളെ സ്നേഹിക്കുന്ന ഇവിടെയുള്ള നാട്ടുകാരുണ്ട്, പാലായിക്കോണത്തെ സുഹൃത്തുക്കളുണ്ട്, മനസ്സുള്ളവരുണ്ട്, സ്നേഹമുള്ളവരുണ്ട്. സാധാരണ ഇങ്ങനെ ഒരു ഗെയിമിൽ ഇങ്ങനെ തുടരുമ്പോൾ ഈ മടുത്ത് വെയിലൊക്കെയാണ് ആളുകൾ പോകാറുണ്ട്. കാരണം അവർക്ക് എന്താ പറയുക, എന്നിട്ട് ശരിക്കും മടുക്കും. പക്ഷേ ഇവരെന്ന് പറഞ്ഞ് ഇത്രയും പേര് ഇവിടെ നിൽക്കുന്നത് സിന്ധുവിന് വേണ്ടിയിട്ടാണ്. സിന്ധുവിനെ സ്നേഹിക്കുന്നവരാണ്, സിന്ധുവിൻ്റെ കാര്യങ്ങൾ അറിയാവുന്നവരാണ്. അപ്പം ഞങ്ങൾക്കും സിന്ധു ജയിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. സിക്കും ഞങ്ങൾക്ക് സൂപ്പർ ബമ്പറിനും എല്ലാവർക്കും സിന്ധു ജയിച്ചു കാണാൻ ആഗ്രഹം. ഇപ്പം 3000 രൂപയ്ക്ക് സിന്ധു ജയിച്ചെന്ന് വെച്ചു. ഈ 3000 രൂപ കൊണ്ട് എന്ത് ചെയ്യും? ഈ 3000 രൂപ കൊണ്ട് ഞാൻ എൻ്റെ മോൾക്ക് വയലിൻ പഠിക്കാൻ ഇഷ്ടമുണ്ട്. വയലിൻ വാങ്ങാൻ വേണ്ടി കൊടുക്കും. 5000 രൂപ കിട്ടിയ സിന്ധു എന്ത് ചെയ്യും? 3000 രൂപയ്ക്ക് വയലിൻ വാങ്ങും. ബാക്കി 2000 രൂപയ്ക്ക് എന്ത് ചെയ്യും? ബാക്കി 2000 രൂപ 2 മാസം എൻ്റെ വീട്ടു വാടക കൊടുക്കും. ഓക്കെ. അത് കഴിഞ്ഞ് 10000 രൂപയെ കിട്ടുന്നെങ്കിൽ എന്ത് ചെയ്യും? ബാലൻസ് പൈസ. അപ്പോൾ എത്രയായി? 5000 പിന്നെ 5000 കൂടെ ഉണ്ട്. ബാക്കി 5000 രൂപ എന്ത് ചെയ്യും? ബാക്കി 5000 രൂപ കൊണ്ട് പിന്നെ 5000 രൂപ എൻ്റെ മക്കളുടെ എഡ്യൂക്കേഷന് വേണ്ടി ചെയ്യും അല്ലേ? പൈസ കിട്ടും എന്ന് സിന്ധു പ്രതീക്ഷിക്കുന്നുണ്ടോ? 10000 രൂപ വരെ കിട്ടുമെന്ന് ഉറപ്പാണ്. ഇവിടം വരെ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ഇതൊന്നും പ്രതീക്ഷിച്ചല്ല ഞാൻ വന്നത്. സി കേരളം ചാനൽ ഇവിടെ വരുമെന്ന്, ഈ പ്രോഗ്രാമായി വരുമെന്ന് ഇവിടെ പ്രതീക്ഷിച്ചിരുന്നോ? ഒന്നും പ്രതീക്ഷ. അതാണ് പറയുന്നത്, ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം അപ്രതീക്ഷിതമായിട്ടായിരിക്കും. ആരും വിഷമിക്കരുത്, ആരും സങ്കടപ്പെടരുത്. നമ്മളെ കാത്തിരിക്കുന്നതെല്ലാം സമ്മാനങ്ങളും ബമ്പറുകളുമായിരിക്കും. ഞാൻ പതിവ് പോലെ പറയുന്നത് പോലെ തന്നെ നന്മയുടെ ബമ്പർ, സ്നേഹത്തിന്റെ ബമ്പർ, ഒത്തൊരുമയുടെ ബമ്പർ. അടുത്ത ഗെയിം ഏതാണെന്ന് നോക്കാം. സിന്ധുവിനുള്ള പണിപ്പെട്ടി നോക്കാം. സിന്ധു വാ. സിന്ധുവിനുള്ള അടുത്ത ഗെയിം ഏതാണെന്ന് നോക്കാൻ പോവുകയാണ്. ക്ലിപ്പ് ഗോപുരം. ക്ലിപ്പ് ഗോപുരം എന്താണെന്ന് പറഞ്ഞുതരാം. ഇവിടെ കുറേ ക്ലിപ്പ് ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട്. ഈ ക്ലിപ്പ് 2 എണ്ണം എടുക്കുക, ഇങ്ങനെ പരസ്പരം ക്ലിപ്പ് ചെയ്ത് വെക്കുക. 2 ക്ലിപ്പേ നിലത്ത് തൊടാൻ പാടുള്ളൂ. ബാക്കിയുള്ള ക്ലിപ്പുകൾ മുകളിലേക്ക് 10 ക്ലിപ്പുകൾ ഗോപുരം പോലെ ഉണ്ടാക്കി വെക്കുക. മറിഞ്ഞു പോകരുത്. 2 ക്ലിപ്പ് നിലത്ത് മുട്ടാവുള്ളൂ. 80 സെക്കൻഡാണ് സമയം. ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഏകദേശം മനസ്സിലായോ? നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു തരാം. ഇവിടെ ക്ലിപ്പുകൾ കൂട്ടിയിട്ടിട്ടുണ്ട്. 2 ക്ലിപ്പുകൾ ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇങ്ങനെ വേണമെങ്കിൽ വെക്കാം, ഇങ്ങനെ വേണമെങ്കിലും വെക്കാം. 2 ക്ലിപ്പുകളെ നിലത്ത് മുട്ടാവുള്ളൂ. ദെൻ അതിൻ്റെ മുകളിലേക്ക് ക്ലിപ്പ് കൂട്ടി വെച്ച് ഗോപുരമാക്കുക. 80 സെക്കൻഡിനുള്ളിൽ 10 ക്ലിപ്പുകൾ. മാക്സിമം സ്പീഡിൽ ചെയ്യണം. ഇതിൽ ജയിച്ചാൽ 3000 രൂപയാണ് സിന്ധുവിന് കിട്ടാൻ പോണത്. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന സിന്ധു ഗെയിമിൽ വിജയിക്കണം. മുമ്പ് പറഞ്ഞതുപോലെ ഉറപ്പായ സമ്മാനം 3000 രൂപ. ഗെയിമിൽ വിജയിക്കണം. വീട്ടുവാടക 2 മാസത്തേക്ക് കൊടുക്കണം. അതുപോലെ തന്നെ സിന്ധുവിൻ്റെ മോളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് വയലിൻ പഠിക്കണം. ഒരു വയലിൻ വാങ്ങിക്കൊടുക്കണം, കുട്ടികളെ പഠിപ്പിക്കണം, വീട്ടുവാടക കൊടുക്കണം, ഹസ്ബൻഡിനെ നോക്കണം. ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ അറിഞ്ഞപ്പം സിന്ധു ഇങ്ങനെ, നമ്മൾ സാധാരണ ഇങ്ങനെ ഓരോരുത്തർ പലരുടെ ഷൂട്ടിന് ചെല്ലുമ്പോൾ പലരും പറയും, എന്നാലും നമ്മൾ അവിടെ നൈസായിട്ടൊന്നും തിരക്കും, ശരിയാണോ എന്നൊക്കെ എന്നറിയാനുള്ള ആകാംക്ഷ കൊണ്ട് തിരക്കും. നേരെ അറിഞ്ഞത് ഹസ്ബൻഡിന് വയ്യ, സിന്ധു കുട്ടികളെ നോക്കുന്നു, പ്രായമുള്ള അമ്മയാണ് ജോലിക്ക് പോകുന്നത്. അതും എല്ലാ ദിവസമൊന്നും ഇല്ലല്ലേ പണി? ഇല്ല, അതൊന്നും സിന്ധു പറഞ്ഞില്ല. അതൊരു അഭിമാനം സിന്ധു പറഞ്ഞില്ലെങ്കിൽ തന്നെയും നമുക്ക് സിന്ധുവിനെ വിജയിപ്പിക്കണം. പ്രേക്ഷകരായ നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം. സിന്ധുവിന് ഈ ഒരു ചെറിയ തുക, നമ്മൾ ബമ്പർ പ്രൈസായിട്ട് കൊടുക്കുന്ന ഈ ചെറിയ തുക ഒരു ഫാമിലിയുടെ പ്രതീക്ഷയാണ്. ഒന്നും പ്രതീക്ഷിക്കാതെ നിൽക്കുമ്പോൾ കൈത്താങ്ങാകി നമുക്കിവിടെ എത്താൻ പറ്റി. ഏതായാലും തുടങ്ങാം ഗെയിം. ക്ലിപ്പ് ഗോപുരം സ്റ്റാർട്ട്. കൗണ്ട് ഡൗൺ. തുടങ്ങിയോ? 80 സെക്കൻഡിനുള്ളിൽ മാക്സിമം കൈയടിക്കുക, പ്രോത്സാഹിപ്പിക്കുക. 80 സെക്കൻഡ്. 10 ക്ലിപ്പുകൾ ഗോപുരം ഉണ്ടാക്കുക. അതെ, 2, 2, 4, 1, 5 എണ്ണിക്കൊണ്ട് ചെയ്തോ. മഴ പോകല്ലേ. ബാലൻസ് ചെയ്യുക. ഒരു സൈഡിലേക്കില്ലേ ആയിപ്പോവും.
3000 രൂപയ്ക്ക് വേണ്ടിയുള്ള ഗെയിമാണ്. സി കേരളം സൂപ്പർ ബമ്പറിൽ സിന്ധു വിജയിക്കുമോ? 10000 രൂപ അടിക്കുമോ? 10 ഗോപുരം പോലെ ചെയ്യുക, താഴെ പോവാതെ. 10 കഴിയാറായി, 10 ആവാറായി. എന്നുണ്ടോ സിന്ധു? എത്ര പറയൂ. 10 എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. എവിടം വരെ ഈ ഗോപുരം ഉയരുമെന്ന് നോക്കാം. കളയല്ലേ? ഓക്കെ, ഓക്കെ സിന്ധു ആയിട്ടുണ്ട് 10. എന്നാലും ഒന്ന് ഡെക്കറേഷൻ ചെയ്തോ, ഒന്ന് ചെയ്തോട്ടെ. ഏതായാലും ജയിച്ചു കേട്ടോ. 3000 രൂപയ്ക്കുള്ള ഗെയിമിൽ സിന്ധു ജയിച്ചു. 3000 രൂപയ്ക്കുള്ള ഗെയിമിൽ സിന്ധു ജയിച്ചു. സിന്ധുവിനത് ജയിക്കാനുള്ള കാരണം നിങ്ങൾ മാത്രമാണ്. 80 സെക്കൻഡ് പൂർത്തിയായി. എത്ര എണ്ണമെന്ന് എണ്ണി നോക്കിയ സിന്ധു? ഗെയിം ഈസ് ഓവർ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 അടിപൊളി. ഇരട്ടി ജയമാണ്. 3000 രൂപയ്ക്കുള്ള ഗെയിമിൽ പ്രിയങ്കരിയായ സിന്ധു ജയിച്ചിരിക്കുകയാണ്. സന്തോഷമല്ലേ? സന്തോഷമല്ലേ സിന്ധു? കാരണം കൊള്ളാം, നന്നായിട്ടുണ്ട് സിന്ധു. ഏതായാലും നമുക്ക് ഇതിൽ ജയിച്ചിരിക്കുക 3000 രൂപ. നമ്മൾ പറഞ്ഞ 2 കാര്യങ്ങൾ നടക്കും. ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയായിരുന്നു? മോൾക്ക് വയലിൻ വാങ്ങണം. മോക്ക് 3000 രൂപയ്ക്ക് വയലിൻ വാങ്ങണം അല്ലേ? അപ്പോൾ ആദ്യത്തെ ഒരു സന്തോഷം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റി. 3000 രൂപയ്ക്കുള്ള ഗെയിമിൽ സിന്ധു ജയിച്ചിരിക്കുകയാണ്. 1000 രൂപ ഞാൻ തന്നിട്ടുണ്ട്. ഇനി 2000 രൂപയും കൂടെ. 2000 രൂപ സിന്ധുവിന് ഞാൻ കൊടുത്തിരിക്കുകയാണ്. ഓൾറെഡി 1000 രൂപ നമ്മത്തെ ഗെയിമിൽ കൊടുത്തു. അപ്പോൾ 3000 രൂപയ്ക്കുള്ള ഗെയിമിൽ സിന്ധു ജയിച്ചിരിക്കുകയാണ്. നല്ലൊരു കൈയടി. സിന്ധു, അടുത്ത ഗെയിമിലേക്ക് പോകാൻ റെഡിയാണോ? റെഡിയാണ്. ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ടല്ലോ. ഇല്ല. 5000 രൂപയുടെ ഗെയിമാണ് അടുത്തത്. നേടുവോ? നേടണം എന്നൊരു ഉറപ്പ് പറഞ്ഞേ. നേടണം. 5000 രൂപ. 5000 രൂപ കിട്ടിയാൽ നമ്മൾ 3000 രൂപ കുഞ്ഞിൻ്റെ വയലിന് വേണ്ടി മുടക്കും. പിന്നെ 2000 രൂപ 2 മാസത്തെ വാടക കൊടുക്കും. ഏതായാലും സിന്ധുവിന് ഇതിനുള്ള ഭാഗ്യമുണ്ടാവട്ടെ. സൂപ്പർ ബമ്പർ ഇനിയും തുടരും. ചിരിയുണ്ടാവും, ചിന്തയുണ്ടാവും, തമാശയുണ്ടാവും, ബമ്പറുകൾ ഉണ്ടാവും. നാളെ ഒരു പക്ഷേ നിങ്ങളുടെ നാട്ടിലാവാം. അതുവരേക്കും ഇവിടെ പറയുന്നു നിങ്ങളുടെ സ്വന്തം സൂരജ്.